നമുക്ക് ത്യാഗത്തോടെ മുട്ടിന്മേലായിരിക്കാം. ഈശോയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് പ്രതിഷ്ഠിക്കാം. അല്പസമയത്തെ ആരാധനയാണ്. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഈ സമയം ഈശോയ്ക്ക് കൊടുക്കുക. നമ്മുടെ കുടുംബത്തെ ഈശോയ്ക്ക് കൊടുക്കുക. നമ്മുടെ ജോലി, നമ്മുടെ പഠനം, എല്ലാ കാര്യങ്ങളും, നമ്മുടെ രോഗങ്ങളും വേദനകളെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. സമർപ്പിക്കുമ്പോഴാണ് നമ്മൾ ഫ്രീ ആവുക. ഏറ്റെടുത്ത് നിൽക്കുമ്പോൾ ഭാരം കൂടും. അത് ഇറക്കി വെക്കുമ്പോൾ നമുക്ക് ആശ്വാസം ഉണ്ടാവും. ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മൾ തോളിലൊരു ബാഗ് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ, നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, ഒരു തോളയിൽ ബാഗ് ഇട്ടുകൊണ്ട് ബസ്സിൽ നിൽക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സീറ്റ് കിട്ടിയാൽ എളുപ്പമായി. എന്നിട്ട് ആ ബാഗ് ഒന്ന് ഇറക്കി വെക്കുമ്പോൾ കുറേയും കൂടെ യാത്ര എളുപ്പം. അതുപോലൊരു സമയമാണ് ആരാധനയുടെ സമയം. ഈശോയുടെ മുമ്പിലേക്ക് ഒന്ന് ഇരിക്കാനും ഈ ബാഗേജ് എല്ലാം ഒന്ന് ഇറക്കി വെക്കാനുള്ള സമയമാണ്. ഭാരം ഇറക്കി വെച്ചാൽ യാത്ര കുറേയും കൂടി എളുപ്പം. നമുക്കത് സാധിക്കട്ടെ. ഈ ആരാധനയുടെ കുറച്ച് സമയങ്ങൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് വിട്ടുകൊടുക്കുക. സ്വാതന്ത്ര്യത്തിലേക്ക് വരിക. കരങ്ങൾ രണ്ടും കൂപ്പി പിടിക്കാം. കണ്ണുകൾ അടച്ച് നമ്മുടെ ഭവനത്തിലേക്കും നമ്മുടെ ഭവനത്തിലെ ഓരോ അംഗങ്ങളിലേക്കും നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈശോയുടെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. നീ ഈശോയെ ആരാധിക്കുന്ന സമയത്ത് നിന്റെ പ്രിയപ്പെട്ടവരും ഈശോയെ അനുഭവിക്കട്ടെ. ഒരു 4 പേർക്ക് വേണ്ടി മനസ്സിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. ഈ ആരാധനയുടെ സമയത്ത് നിങ്ങൾക്കൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, അതേ നിയോഗമുള്ള ഒരു 4 പേരെ മനസ്സിൽ ദത്തെടുത്ത് പ്രാർത്ഥിക്കും. കർത്താവ് വലിയ അനുഗ്രഹമാക്കി മാറ്റും. എന്നെപ്പോലെ ഉള്ള ഒരു 4 പേരെ ഈശോ അനുഗ്രഹിക്കണം. എൻ്റെ പ്രായത്തിലുള്ള ഒരു 4 പേരെ അനുഗ്രഹിക്കണം. എന്നെപ്പോലെ കുടുംബ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു 4 കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ജോലി, പഠനം, വിവാഹം, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, എല്ലാ തടസ്സങ്ങളും, ഇതുപോലെയുള്ള ഒരു 4 പേരെ ഈശോ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. പ്രാർത്ഥനാ ഗാനത്തോട് ചേർന്ന് സർവശക്തനെ, പരിശുദ്ധനെ, ആശ്വാസം നൽകുന്ന കർത്താവിനെ നമ്മുടെ മധ്യത്തിലേക്ക് സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം. എൻ പ്രേമ ഗീതമാ എന്നേശു നായക, എൻ പ്രേമ ഗീതമാ എന്നേശു നായക, എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്, എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക. കരങ്ങൾ രണ്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഈശോയുടെ പരിശുദ്ധ സാന്നിധ്യത്തിന് മുമ്പിലേക്ക് നമ്മളെല്ലാം സമർപ്പിച്ച് ഈ സമയം ആരാധിക്കാൻ വേണ്ടി പോകണം, പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. ശിരസൽപ്പം ഒന്ന് നമിച്ച് എല്ലാം ഈശോയുടെ മുമ്പിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കുന്നതിൻ്റെ അടയാളമായിട്ട് അല്പശിരസ് ഒന്ന് നമിച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും സഹായിക്കുന്നതിനെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി പിടിച്ചേ കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടുകൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥന ഈ സമയം ഏറ്റു ചൊല്ലുക. കർത്താവായ ഈശോയെ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു.
അങ്ങേക്ക് ഞാൻ എന്നെ പൂർണ്ണമായും വിട്ടു തരുന്നു. വിട്ടു നൽകുന്നു. എന്റെ ചിന്തകളും എന്റെ പ്രവൃത്തികളും എന്റെ സ്വപ്നങ്ങളും എന്റെ ആഗ്രഹങ്ങളും എന്റെ സങ്കടങ്ങളും എന്റെ വേദനകളും എല്ലാം ഞാൻ അങ്ങേക്ക് ഈ സമയം വിട്ടു തരുന്നു. ഈശോയെ എന്നെ ഭാരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളെയും എല്ലാ വ്യക്തികളെയും എല്ലാ സാഹചര്യങ്ങളെയും അങ്ങയുടെ കാൽച്ചുവട്ടിലേക്ക് ഏൽപ്പിച്ചു തന്ന് ഞാനിതാ അങ്ങയെ ആരാധിക്കുന്നു. എന്റെ മാതാപിതാക്കളെ എന്റെ ജീവിത പങ്കാളിയെ എന്റെ മക്കളെ എന്റെ കഴിഞ്ഞ തലമുറയെ എന്റെ വരും തലമുറയെ അങ്ങയുടെ കാൽച്ചുവട്ടിലേക്ക് സമർപ്പിച്ച് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എന്റെ പഠനം എന്റെ ജോലി എന്റെ സ്വപ്നങ്ങൾ എന്റെ ആഗ്രഹങ്ങൾ എന്റെ ഇല്ലായ്മകൾ എന്റെ കണ്ണുനീരുകൾ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ പണിതീരാത്ത ഭവനത്തിന്റെ അവസ്ഥ രോഗത്തിലായിരിക്കുന്ന ശരീരത്തിന്റെ അവസ്ഥ എന്റെ ആകുലതകളും സങ്കടങ്ങളും സ്വപ്നങ്ങളും ഈശോയെ എല്ലാം അങ്ങയുടെ കാൽച്ചുവട്ടിൽ ഏൽപ്പിച്ചു തന്ന് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എന്റെ കടബാധ്യതയെ എന്റെ രോഗബാധയെ എന്റെ അസ്വസ്ഥതകളെ എന്റെ ടെൻഷനുകളെ എന്റെ ഭാരങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ കാൽച്ചുവട്ടിൽ അങ്ങയുടെ തിരുഹൃദയത്തിൽ ഏൽപ്പിച്ചു തന്ന് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഈശോയെ എന്നെ ശക്തിപ്പെടുത്തണമേ. ഈശോയെ എനിക്ക് ബലം നൽകണമേ. സഹനത്തെ അതിജീവിക്കാൻ അങ്ങയുടെ കൂടെ നിൽക്കണമേ. സഹനത്തെ അതിജീവിക്കാൻ അങ്ങനെ ശക്തിപ്പെടുത്തണമേ. ഈ സഹനത്തിലൂടെ അങ്ങനെ പുതിയൊരു വ്യക്തിയാക്കി തീർക്കണമേ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് ഒരിക്കൽ കൂടി നീട്ടിപ്പിടിച്ച് ഈ കരങ്ങൾ ഈശോയുടെ നെഞ്ചിലേക്ക് നമ്മുടെ ജീവിത ഭാരങ്ങളെല്ലാം ഒന്ന് കൊടുക്കുന്നത് പോലെ ഇതൊന്ന് കൊടുത്തേ. ആരാധനയിൽ ഈശോ നമ്മളെ കണ്ടോണ്ടിരിക്കുകയാണ്. ജീവിക്കുന്ന ദൈവം നമ്മളെ കണ്ടോണ്ടിരിക്കുകയാണ്. നീ ഈ ഭാരം ഏറ്റെടുത്ത് നടക്കാൻ പറ്റില്ലെന്ന് ഈശോയ്ക്ക് അറിയാം. അത് അനുവദിച്ചവന് അത് വിട്ടുകൊടുക്കുക. ഈശോയോട് ചേർന്ന് ഇനി അങ്ങോട്ട് ഈ മുഖം ഏറ്റെടുക്കുക. ഈ രോഗമാവട്ടെ, വേദനകളാവട്ടെ, സഹനങ്ങളാവട്ടെ, സഹനമെന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന എല്ലാ നൊമ്പരങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, എനിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായിട്ട് തോന്നിപ്പോകുന്ന ഈ വേദനകളെല്ലാം അങ്ങ് ഏറ്റെടുക്കണം. അങ്ങോട്ട് ചേർന്ന് ഈ കുരിശിന്റെ ഭാരം, ഈ സഹനത്തിന്റെ ഭാരം ഏറ്റെടുക്കാൻ ശക്തി നൽകണം. ഒറ്റയ്ക്ക് നീങ്ങാൻ എനിക്ക് പറ്റുന്നില്ല കർത്താവേ, അങ്ങന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. യോഹന്നാൻ 15:5 എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈശോയെ, എനിക്കറിയാം അങ്ങേ കൂടാതെ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഇപ്പോ ഒന്ന് അതിജീവിക്കാൻ, ഒരു ദിവസം കൂടെ, ഒരു മണിക്കൂർ കൂടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം ഈശോയെ. മറ്റ് എല്ലാ വേദനകൾക്കും ഉത്തരം തരാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുന്നൊക്കെ വിചാരിച്ച് ഞാൻ നിന്നിട്ടുണ്ട്. ഇപ്പൊ ഈ മണിക്കൂറിൽ എന്റെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ മനസ്സിലാക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഒരാളും ഇല്ല ഈശോ. ഈ ഒരു മണിക്കൂറിനെ ഒന്ന് അതിജീവിക്കാൻ എനിക്ക് ശക്തി നൽകണം. ഈ ഒരു ദിവസം ഒന്ന് അതിജീവിക്കാൻ എനിക്ക് ശക്തി നൽകണമേ. ഇപ്പോൾ ഈ വേദന ഒന്ന് അതിജീവിക്കാൻ ഈശോയെ എനിക്കൊന്ന് ശക്തി നൽകണമേ. ഈ വേദന, ഈ സഹനം മാറ്റിത്തരാനല്ല, ഇതെന്നെ മാറ്റട്ടെ, ഇതെന്നെ ശക്തിപ്പെടുത്തട്ടെ. ഈ വേദനയിൽ, അപ്രതീക്ഷിതമായി വന്ന ഈ സങ്കടത്തിൽ, ഇപ്പൊ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലാത്ത ഈ വേദനയിൽ അങ്ങയുടെ മുഖം കാണാൻ, അങ്ങയുടെ സാന്നിധ്യം കാണാൻ എനിക്ക് ഇടവരട്ടെ. സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ ഈ ഒരു നിമിഷത്തെ അതിജീവിക്കാൻ, ഈ ഒരു മണിക്കൂറിനെ അതിജീവിക്കാൻ ഈ ആരാധനയിൽ നിന്നൊരു ശക്തി എനിക്ക് നൽകണമേ. എന്റെ കൃപ നിനക്ക് മതിയെന്ന് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഇപ്പോ ആ ശക്തി, ഇപ്പോ ആ കൃപ ഈ ആരാധനയിൽ നിന്ന് എന്നിലേക്ക് ഒഴുകി തരണമേ. എന്റെ കുടുംബത്തിലേക്ക്, ഞാൻ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവരിലേക്ക് ഈ ഒരു മണിക്കൂർ, ഈ ഒരു ദിവസത്തെ അതിജീവിക്കാൻ ശക്തി നൽകണമേ. ശക്തി നൽകണമേ ഈശോയെ. ആരാധന നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ
ഇടയായി. എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പു പോൽ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. എല്ലാ പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി ഈശോ കൊടുക്കും. ഒറ്റ കാര്യം മാത്രം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനാ ഉപകാരത്തിൻ്റെ വരികളിൽ പാടിയതുപോലെ അങ്ങയുടെ സാന്നിധ്യം മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രോഗത്തിലും ഈ വേദനയിലും ഈ സങ്കടങ്ങളിലും ഈ പരാജയങ്ങളിലും ഈ ഒറ്റയ്ക്ക് ആയിപ്പോകുന്ന സമയങ്ങളിലും അപ്പോൾ അതിൻ്റെ സാന്നിധ്യം മാത്രം ഞാൻ ആഗ്രഹിക്കാം. ഒരു മുറിയിൽ അടച്ചിട്ടിരുന്ന് വേദനിക്കുന്ന ആ വേദനയ്ക്കൊരു ആശ്വാസത്തിനായിട്ടൊക്കെ ആരാധന മുമ്പിലേക്ക് വന്നിരിക്കുന്ന എന്നെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ശക്തിപ്പെടുത്തണം. അങ്ങയുടെ സാന്നിധ്യം മാത്രം മതി. മറ്റൊന്നും ഞാൻ ഈ സമയം ആഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ സാന്നിധ്യം മാത്രം മതി. തിരുവൾത്താരയിൽ നിന്ന്, തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശയിൽ നിന്ന് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സാന്നിധ്യം മാത്രം എനിക്ക് മതി. മോശ കണ്ടതുപോലെ അങ്ങയുടെ തിരുസാന്നിധ്യം കാണാൻ. ഏറ്റവും വേദനയിൽ ഒരു കൂടാരമടിച്ച് ഞാൻ എന്നെ തന്നെ ഒതുക്കുമ്പോൾ, വേദനിക്കുമ്പോൾ, കൂടെ ആരുമില്ലെന്നൊക്കെ കരുതി ഞാൻ നിലവിളിക്കുമ്പോൾ എൻ്റെ സാന്നിധ്യം മാത്രം മതി എനിക്ക്. മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റാരിലേക്കും ഞാൻ ഒരു സഹതാപത്തിന് വേണ്ടി, ഒരു നല്ല വാക്കിന് വേണ്ടിയോ കൊതിച്ച് ഞാൻ പോകുന്നില്ല. ആഗ്രഹിച്ചതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ചോദിച്ചവരൊന്നും എൻ്റെ മുമ്പിൽ ഉത്തരം തന്നിട്ടില്ല. മുട്ടിയ വാതിലുകളൊക്കെ ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുന്നു. പക്ഷേ ഞാൻ നിരാശപ്പെടില്ല, ഞാൻ പരാതിപ്പെടില്ല. വിശുദ്ധ കൊച്ചുത്രേസ്യ പ്രാർത്ഥിച്ചതുപോലെ ഈശോയെ ഞാനും ഇതാ പ്രാർത്ഥിക്കുന്നു. ഇനി എനിക്ക് സഹനങ്ങളില്ല. ഇപ്പോൾ മുതൽ ഞാനിത് ഏറ്റെടുത്താൽ ഇതെനിക്ക് മധുരം മാത്രം. പ്രിയപ്പെട്ട മക്കളെ, ഈശോയെ ആരാധിക്കുമ്പോൾ കൊച്ചുത്രേസ്യ പറഞ്ഞൊരു കാര്യം കൂടെ മനസ്സിലേക്ക് ഓർക്കുക. ഈശോയെ ആദ്യമായി സ്വീകരിച്ച പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് അന്നാണ് കൊച്ചുത്രേസ്യ ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞത്, ഇതുവരെ എനിക്ക് സഹനത്തെ പേടിയായിരുന്നു, സഹനം വരരുതേ എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പോൾ മുതൽ സഹിക്കാൻ എനിക്കൊരു കൊതി തോന്നുന്നു, ഒരു ആഗ്രഹം തോന്നുന്നു. കാരണം ഞാൻ ഈശോയെ സ്വീകരിച്ചു. ഈശോയെ സ്വീകരിച്ചു എന്ന് വെച്ചാൽ അവനോടൊപ്പം സഹിക്കാനുള്ളൊരു കൃപ കൂടി ഞാൻ സ്വീകരിച്ചു. ആരാധനയിൽ നിന്ന് ഈശോ നിങ്ങളോടും പറയുന്നതാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ ഉള്ളിൽ പരിശുദ്ധ കുർബാനയിൽ ഇറങ്ങി വന്നവനാണ് ഞാൻ. സഹനത്തെ മാറ്റാൻ അല്ല നീ ഇനി മുതൽ പ്രാർത്ഥിക്കേണ്ടത്. പകരം ഈ സഹനത്തിന് വേണ്ടി നീ കൊതിക്കുക. നിന്നെ ശക്തനാക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന, നിന്നെ പുതിയൊരു വ്യക്തിയാക്കി തീർക്കുന്ന, നിന്നെ നേരെ നിർത്തുന്ന ഈ സഹനത്തിൽ നിന്റെ കൂടെ ഞാനുണ്ട്. നീ ഒറ്റയ്ക്കല്ല. യോഹന്നാൻ 15:5 എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിതാ ആ വാഗ്ദാനം ഓർത്തുകൊണ്ട് നിന്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഈശോയെ നോക്കുന്ന നിന്നെ ഈശോ ശക്തിപ്പെടുത്തും. ഈശോയെ നോക്കുന്ന നിന്നെ ഈശോ ശക്തിപ്പെടുത്തും. എല്ലാം അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. സങ്കീർത്തനം 37 നമ്മൾ വായിക്കുന്നില്ലേ, അവൻ്റെ കരങ്ങളിലേക്ക് ജീവിതം പരമേൽപ്പിക്കുക, അവനിൽ വിശ്വസിക്കുക, അവൻ നോക്കിക്കൊള്ളും. സറണ്ടർ എവരിത്തിങ് ടു ഹിം, ഹി വിൽ ടേക്ക് കെയർ ഓഫ് യു. ബിലീവ് ഇൻ ഹിം. എല്ലാം ഈശോ നോക്കിക്കോളും. അല്പസമയത്തേക്ക് എല്ലാം ഒന്ന് വിട്ടുകൊടുത്ത് ഒന്ന് വിശ്വസിക്കാമോ? എല്ലാം ഒന്ന് വിട്ടുകൊടുത്തൊന്ന് വിശ്വസിക്കാമോ? എല്ലാം ഒന്ന് പരമേൽപ്പിച്ചൊന്ന് വിശ്വസിക്കാമോ? ഹി വിൽ ടേക്ക് കെയർ ഓഫ് യു. നിന്റെ ആകുലതകളും വ്യാകുലതകളും അവൻ നോക്കിക്കോളും. 121 സംഗീതം അവസാനിക്കുമ്പോൾ വായിക്കുന്നത് പോലെ അവിടുന്ന് നിന്റെ വ്യാപാരങ്ങളെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ചിന്തകളെ കാത്തുകൊള്ളും. നീ ഇറങ്ങുന്നതും കയറി വരുന്നതും എല്ലാം അവൻ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പരിപാലകൻ ഉറങ്ങുന്നില്ല, അവൻ വിശ്രമിക്കുന്നില്ല. നിനക്ക് തണലേകാൻ അവൻ ഇവിടെ തന്നെ ഉണ്ട്. നിനക്ക് കാവലായി അവൻ ഇവിടെ തന്നെ ഉണ്ട്. ഈ പെരുമഴ പെയ്യുമ്പോൾ, ഈ വെയിൽ കത്തിയെരിയുമ്പോൾ ഒരു തണൽ തരാൻ, നിന്നെ പൊതിഞ്ഞു പിടിക്കാൻ അവൻ ഇവിടെ തന്നെ ഉണ്ട്. വേർക്കുമ്പോൾ നിന്നെ തോർത്തിയെടുക്കാൻ, തണുത്ത് വേർക്കുമ്പോൾ നിന്നെ പൊതിഞ്ഞു പിടിക്കാൻ ഈശോ നിന്റെ കൂടെ തന്നെ ഉണ്ട്. ആരും കൂടെ ഇല്ലാത്തപ്പോൾ നിന്നെ ചേർത്ത് പിടിക്കാൻ അവൻ ഇവിടെയുണ്ട്. നീ ഒറ്റയ്ക്ക് സഹിക്കാൻ അവൻ അനുവദിക്കില്ല. ഗെത്സമനിൽ ഒറ്റയ്ക്ക് കരഞ്ഞവൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന നിന്നെ ചേർത്ത് പിടിക്കും. കുരിശിൽ ഒറ്റയ്ക്ക് കിടന്നവൻ ഇവിടെ ആരുമില്ലെന്നോർത്ത് നിലവിളിക്കുന്ന നിന്നെ ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കും എന്ന് പറയും. കല്ലറയിൽ ഒറ്റയ്ക്കായി പോയവൻ ഈ ഇരുട്ടിൽ നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരും. ഉയർത്തെഴുന്നേറ്റവൻ നിന്നെ ഉയർത്തും.
അവനോട് കൂടെ സഹിക്കാൻ കൃപ ലഭിച്ച നിന്നെ അവനോട് കൂടെ ഉയർക്കാനും വഴി അവൻ തുറന്നു തരും. ആ അനുഗ്രഹമാണ് ഇപ്പോൾ നീ സ്വീകരിക്കേണ്ടത്. നിന്റെ കുടുംബത്തിന് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നീ സങ്കടപ്പെടുന്ന സഹിക്കുന്ന വിഷയത്തിന് വേണ്ടി ഈ സമയം ഈ ആശീർവാദം സ്വീകരിക്കും. ശക്തനാക്കുന്നവൻ എല്ലാ കാര്യങ്ങളും നിന്നെ സഹായിക്കും. പൗലോസ്ലീഹയോട് ചേർന്ന് പറയുക, എന്നെ ശക്തനാക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ സഹായിക്കുന്ന ഈ ദൈവത്തിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഈ സഹനത്തെ, ഈ കണ്ണുനീരിൻ്റെ കാലഘട്ടത്തെ, ഈ ഒരു മണിക്കൂറിനെ അതിജീവിക്കാൻ ഈശോ എന്നെ സഹായിക്കും. രണ്ട് കരങ്ങളെ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. എല്ലാവരും ചേർന്നൊന്ന് സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന ആരാധന ഈശോയെ ആരാധന 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 ഈശോയെ ആരാധന 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 ഈശോയെ ആരാധന 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 ഈശോയെ ആരാധന 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 ഈശോയെ ആരാധന 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 ഈശോയെ ആരാധന ആരാധന ഈശോയെ ആരാധന 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 ആരാധന. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ കൂടെയില്ലേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്